നെക്സ്റ്റ് ടോപ്പിക് സെനർ ഡയോഡ്. സെനർ ഡയോഡ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഡയോഡ് പോലെ തന്നെയാണ്, ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇതിനകത്ത് ഒരു ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ റിവേഴ്സ് ക്യാര വരച്ചാൽ ഈ പോർഷൻ ഓൾമോസ്റ്റ് വെർട്ടിക്കലായിരിക്കും. അപ്പോൾ നേരത്തെ എന്തായിരുന്നു എന്ന് ഓർക്കുക. നേരത്തെ എങ്ങനെ ഇതിനൊരു ചരിവുണ്ടായിരിക്കും അല്ലേ? സാധാരണ ഡയോഡിന് ഒരു ചെറിയ ചരിവുണ്ട് അല്ലേ? അതായത് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനാണ്, വോൾട്ടേജിന് ചെറിയ വേരിയേഷൻ ഉണ്ട്. പക്ഷേ വോൾട്ടേജ് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നു, കോൺസ്റ്റൻറ്റ്, ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ഏതിൽ? സെനർ ഡയോഡിൽ. കറണ്ട് ഇൻക്രീസ് ചെയ്താലും വോൾട്ടേജ് ഈസ് ഫിക്സഡ്. അങ്ങനെ വരുന്നതാണ് എന്ത്? സെനർ ഡയോഡ്. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷൻ തന്നെ ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് എ പ്രോപ്പർലി ടോപ്ഡ് ക്രിസ്റ്റൽ ഡയോഡ് വിച്ച് ഹാസ് എ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇനി നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഈ സെനർ ഡയോഡ് ഉപയോഗിക്കുന്നത് വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയിട്ടാണ്. കാരണം ഈ ഗ്രാഫിൽ കാണിച്ചതുപോലെ തന്നെ ഇതെങ്ങനെ നിൽക്കുന്നു? കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴും വോൾട്ടേജ് എങ്ങനെ നിൽക്കുന്നു? ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു ഫിക്സഡ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുക, അതിനെ പറയുന്നതാണ് വോൾട്ടേജ് റെഗുലേഷൻ. അപ്പോൾ അങ്ങനെ ഫിക്സഡ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കാം? സെനർ ഡയോഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഏത് പോർഷനാണ്? റിവേഴ്സ് ബയാസ് ആണ്. അപ്പോൾ നമ്മൾ സെനർ ഡയോഡിനെ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഓപ്പറേറ്റഡ് ഇൻ ദ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. സോ സെനർ ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് ഫോർ വോൾട്ടേജ് റെഗുലേഷൻ. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെനർ ഡയോഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാര വരിക. ഈ ഭാഗം ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ സെനർ ഡയോഡ് ഒരു ഓർഡിനറി ഡയോഡിനെ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇനി റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ എന്ത് കാണുന്നു? ഒരു ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കാണുന്നു. ഇതിൽ ഒരു ഓൾമോസ്റ്റ് മിഡിൽ പോർഷനായിട്ടൊക്കെ വരുന്ന ഈ വോൾട്ടേജ് ഉണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇത് കൃത്യം വെർട്ടിക്കലല്ല, ഒരു ചെറിയ ചരിവുണ്ടല്ലേ. പക്ഷേ ചരിവ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതായത് വോൾട്ടേജിനുണ്ടാകുന്ന വേരിയേഷൻ വളരെ ചെറുതാണ്. ഇപ്പോൾ ഈ വോൾട്ടേജ് ഇവിടെ കിട്ടിയ വോൾട്ടേജ് ഒരു 7.0 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ ഒരു 7.2 വരെയൊക്കെ വോൾട്ടേജ് മാറുള്ളൂ. ഈ റേഞ്ച് എന്ന് പറയുന്നത് ഈ 7.0യ്ക്കും 7.2നും ഇടയിൽ നിൽക്കും. അത്രയും ചെറിയൊരു വേരിയേഷൻ എന്തിൽ വരുന്നുള്ളൂ? വോൾട്ടേജിൽ വരുന്നുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ വന്ന വോൾട്ടേജ് 7ഉം പിന്നെ താഴേക്ക് ഇങ്ങോട്ടേക്ക് നോക്കുമ്പം ഒരു 9 വോൾട്ടേജ്, അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. ഒരു ഡിജിറ്റൽ ഒരു 0.2 0.3 അങ്ങനെ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു വേരിയിങ് വോൾട്ടേജ് അല്ലേ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സെനർ വോൾട്ടേജ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഒരു നമ്മുടെ ഈ ഡയോഡ് പ്രൊവൈഡ് ചെയ്യുന്ന മാനുഫാക്ചർ ഒരു ടെസ്റ്റ് കറണ്ട് സ്പെസിഫൈ ചെയ്യും. ഇപ്പോൾ ഇതാണ് ടെസ്റ്റ് കറണ്ടെങ്കിൽ ആ ടെസ്റ്റ് കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജിനെ വിളിക്കും സെനർ വോൾട്ടേജ്. അപ്പോൾ എന്താണ്? ഒരു ടെസ്റ്റ് കറണ്ടാണ്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ്. കാരണം എക്സാക്ട്ലി ഇപ്പോൾ നമുക്ക് സെനറിന് അക്രോസുള്ള വോൾട്ടേജ് ഇത്രയിലും വേരി ചെയ്യാം. പക്ഷെ നമുക്കങ്ങനെ ഒരു വേരി ചെയ്യുന്ന റേഞ്ചിൽ പറയാൻ പറ്റില്ല. ഒരു സെനർ ഡയോഡ് തന്നിട്ട് നമ്മളെന്തിനാ വോൾട്ടേജ് റെഗുലേറ്റർ എന്നാണ് ഉപയോഗിക്കുന്നത്, വോൾട്ടേജ് റെഗുലേറ്ററായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും വോൾട്ടേജ് അതിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയണ്ടേ. അപ്പോൾ ഈ 7നും 7.2നും ഇടയിൽ കിട്ടുന്നു എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു പർട്ടിക്കുലർ വോൾട്ടേജ് പറയണം. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കറണ്ട് സ്പെസിഫൈ ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജാണ് എന്തായിട്ട് എടുക്കുക? നമ്മുടെ സെനർ വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ ഓർഡിനറി PN ജംഗ്ഷൻ പോലെ ബിഹേവ് ചെയ്യുന്നു. റിവേഴ്സ് ബയാസ് ആകുമ്പോൾ ഒരു ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കാണിക്കുന്നു. ഇതാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. പിന്നെ ഒരു സെനർ വോൾട്ടേജ് ഉണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കാം. ഇനി സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. സെനർ ഡയോഡ് എങ്ങനെയാണ് വോൾട്ടേജ് റെഗുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് എങ്ങനെയാണ്? സെനർ ഡയോഡിൻ്റെ സർക്യൂട്ട് ഉണ്ടോ? ഇവിടെ ഒരു വേരിയിങ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഒരു സെല്ലാകാം, അല്ലെങ്കിൽ ഒരു AC സിഗ്നലാകാം, എന്ത് വേണമെങ്കിലും ആവാം. ഇവിടെ ഒരു റെസിസ്റ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെനർ ഡയോഡ് കണ്ടോ? ഇവിടെ കണ്ടോ? പോസിറ്റീവിലേക്ക് സെനർ ഡയോഡിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഡയോഡ് വരയ്ക്കുമ്പം സിമ്പൽ ഇങ്ങനെയാണെങ്കിൽ സെനർ ഡയോഡിൻ്റെ സിമ്പൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഡയോഡിൻ്റെ കാര്യം പോലെ തന്നെ ഇത് N റീജിയനുമാണ്,
ഇത് പി റീജിയനുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്, സെനർ ഡയോഡിന് റിവേഴ്സ് ബയാസ് ചെയ്യണം. അപ്പോൾ ഇവിടെ സെല്ലിൻ്റെ പോസിറ്റീവ് കൊടുക്കും, ഇപ്പുറത്ത് സെല്ലിൻ്റെ നെഗറ്റീവും കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടെ സർക്യൂട്ട് ക്ലിയർ ആയിട്ട് നോക്കാം. കണ്ടോ, എൻ റീജിയനിലേക്ക് എന്ത് കണക്ട് ചെയ്തിരിക്കുന്നു, പ്ലസ്, പി റീജിയനിലേക്ക് മൈനസും കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ, ലോഡ് റെസിസ്റ്റൻസ്. ആ ലോഡ് റെസിസ്റ്റൻസിന് എക്രോസ് കിട്ടുന്ന വോൾട്ടേജാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം, ഈ സെനർ ഡയോഡിന് പാരലലായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ നിന്നാണോ റെഗുലേറ്റഡ് വോൾട്ടേജ് കിട്ടേണ്ടുന്നത്, ആ വോൾട്ടേജ് കിട്ടുന്നത് ഒരു റെസിസ്റ്ററിന് എക്രോസ് ആയിട്ടാണ്. ആ റെസിസ്റ്റർ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ സെനർ ഡയോഡിന് പാരലലായിട്ടാണ്. ഈ രണ്ട് കമ്പോണൻറ്റിനെ കൂടാതെ ഇവിടെ ഒരു റെസിസ്റ്റർ ആറും കൂടെയുണ്ട്. അതിനെ വിളിക്കും കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ. ഓക്കെ, അത് കാണിച്ചു തരാം. ദിസ് റെസിസ്റ്റൻസ് ആർ ഈസ് കാൾഡ് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ. കാരണം ഇതാണ്, നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, റിവേഴ്സ് കറണ്ട് അല്ലേ, റിവേഴ്സ് കറണ്ട്, ഇത് വോൾട്ടേജ്, ഇത് കറണ്ടാണ്. അപ്പോൾ കറണ്ട് വോൾട്ടേജ് ചെറുതായിട്ട് റൈസ് ചെയ്താൽ തന്നെ കറണ്ട് ഒരുപാട് കൂടും അല്ലേ. ഒരുപാട് റിവേഴ്സ് കറണ്ട് നമ്മുടെ ഡയോഡിൽ കൂടെ ഫ്ലോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ജംഗ്ഷന് ഓൾറെഡി അത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. റിവേഴ്സ് റെസിസ്റ്റൻസ് അല്ലേ, റിവേഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതിനെ കൂടാതെ വലിയൊരു കറണ്ടും ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ I²R T എന്നൊരു ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും അല്ലേ. ഒന്നുകൂടെ ഞാൻ എഴുതി കാണിക്കാം. ഇത് മായ്ച്ചിട്ട് H = I²R T എന്നൊരു വലിയ എമൗണ്ട് ഓഫ് ഹീറ്റ് അതിൽ ഡിസിപ്പേഷൻ വരും. അത്രയും ഹീറ്റ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജംഗ്ഷൻ എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യും അല്ലേ. അത് ചൂടാക്കുന്ന പോലെയാണ്. അപ്പോൾ ജംഗ്ഷൻ മെൽറ്റായിപ്പോവും. അപ്പോൾ നമ്മുടെ ഡയോഡ് കേടായിപ്പോവും. അപ്പോൾ അങ്ങനെ കേടാവാതിരിക്കണമെങ്കിൽ വി മസ്റ്റ് ലിമിറ്റ് ദിസ് കറണ്ട് അല്ലേ. ഡയോഡിന് അക്രോസുള്ള കറണ്ടിനെ ലിമിറ്റ് ചെയ്യണം. കറണ്ട് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ, അതായത് വോൾട്ടേജ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ തന്നെ കറണ്ട് ഒരുപാടങ്ങ് കൂടിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡയോഡ് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാക്സിമം കറണ്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഒരു മാക്സിമം വാല്യൂ. അതിന് മുകളിൽ കറണ്ട് അതിലേക്ക് കൊടുക്കരുതെന്ന് ഈ ഡയോഡ് ഉണ്ടാക്കിയ മാനുഫാക്ചറർ നമുക്കൊരു ഡേറ്റ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. അതിനകത്തുണ്ടായിരിക്കും എത്ര മാക്സിമം കൊടുക്കാം, ഈ ഡയോഡിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയും, മാക്സിമം കറണ്ട് റേറ്റിംഗ്. അതിൽ കൂടുതൽ കറണ്ട് കൊടുക്കരുത്. പിന്നെ പറയും അതിൻ്റെ ആ ഡേറ്റ ഷീറ്റിൽ തന്നെയാണ് ഈ സെനർ വോൾട്ടേജും ഒക്കെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ടുന്നത് മാക്സിമം കറണ്ട് ഇത്രയും മാത്രമേ അതിൽ ഫ്ലോ ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലൂടെയുള്ള കറണ്ടിനെ ലിമിറ്റ് ചെയ്ത് ഈ വാല്യൂവിന് താഴെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന ഇതാണ് R. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ. ഈ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ഇല്ല എങ്കിൽ ഡയോഡ് വഴി ഒരുപാട് കറണ്ട് ഫ്ലോ ചെയ്താൽ എന്ത് സംഭവിച്ചു പോകും, സെനർ ഡയോഡ് വഴി ഒരുപാട് കറണ്ട് ഫ്ലോ ചെയ്ത് സെനർ ഡയോഡിൽ ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ജംഗ്ഷൻ ബേൺ ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സർക്യൂട്ടിൽ നോക്കുക എങ്ങനെയാണ് സെനർ ഡയോഡ് റിവേഴ്സ് ബയാസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ്, ഈ സെനർ ഡയോഡിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് VZ കുറവാണെന്ന് വിചാരിക്കാം. ഓക്കെ, VZ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഡയോഡിനൊരു വാല്യൂ ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡയോഡ് 7.2 ആണ് അതിൻ്റെ VZ എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഇതിന് അക്രോസുള്ള വോൾട്ടേജ് മെഷർ ചെയ്ത് നോക്കി. ഓക്കെ, ഇവിടെ നിന്ന് വരുന്ന വോൾട്ടേജ് ഇവിടെ എത്ര കിട്ടുന്നു എന്നുള്ളത് മെഷർ ചെയ്തപ്പം ഒരു 6 വോൾട്ടേ കിട്ടിയോ എന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പറയാമോ വർക്കിംഗ്? നമ്മുടെ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് വരച്ച് വയ്ക്കുന്നത്. ഓക്കെ, ഇത്രയും വോൾട്ടേജ്, അപ്പോൾ എത്രയാണ് ഇതിൻ്റെ വോൾട്ടേജ് 7.2 ആണ് വരേണ്ടുന്നത്. എത്രയേ ഉള്ളൂ, 6 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ 6 വോൾട്ടേ ഉള്ളൂ എങ്കിൽ VZന്, ഇതാണ് VZ എങ്കിൽ ഇതിന് താഴെയാണ് വോൾട്ടേജ് നിൽക്കുന്നത് അല്ലേ, 6 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ എന്ത് കിട്ടും, അപ്പോൾ ഇവിടുത്തെ കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ സെനർ ഡയോഡ് കറണ്ടൊന്നുമില്ല. അപ്പോൾ എന്ത് കിട്ടും, ഔട്ട്പുട്ട് വോൾട്ടേജ് സെനർ ഡയോഡിൻ്റെ കറണ്ട് IZ 0 ആണ് എങ്കിൽ വോൾട്ടേജ് എത്രയായിരിക്കും, അതിന് അക്രോസുള്ള വോൾട്ടേജ്, കറണ്ട് 0 ആണെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. അപ്പോൾ കറണ്ടും എന്ത് തന്നെ കിട്ടും, 0 എന്ന് കിട്ടും. അപ്പോൾ അതിന് അക്രോസുള്ള വോൾട്ടേജ് 0 ആണ്, കറണ്ട് 0 ആണ്, വോൾട്ടേജും 0 ആണ്.
ഇതിനക്രോസ് 0 വോൾട്ടേജ് ആണെങ്കിൽ ഇതിനക്രോസ് എത്രയേ കിട്ടുള്ളൂ? 0 വോൾട്ടേജേ കിട്ടുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ഡയോഡിന് അക്രോസ് അല്ലെങ്കിൽ സെനർ ഡയോഡിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് IZ-നേക്കാളും കുറവാണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇൻ കട്ട് ഓഫ് റീജിയൻ അല്ലേ, കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് എന്ത് കിട്ടില്ല? വോൾട്ടേജ് കാണില്ല. കാരണം ഇത് പാരലൽ കണക്ഷനാണ്. ശ്രദ്ധിക്കുക, ഇതിന് അക്രോസ് എന്ത് വോൾട്ടേജ് ഉണ്ടോ അതേ വോൾട്ടേജ്, ഇത് രണ്ട് ഈക്വൽ പോയിൻ്റ് അല്ലേ. എപ്പോഴും നമ്മൾ പൊട്ടൻഷ്യൽ പറയുന്ന രണ്ട് പോയിൻറ്റുകൾക്ക് അക്രോസ് ആണ്. ഈ പോയിൻ്റ് ഈക്വൽ, ഈ പോയിൻ്റ് ഈക്വൽ. അപ്പോൾ ഇതിന് അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടോ അതേ പൊട്ടൻഷ്യലാണ് ഇത് രണ്ടിനും അക്രോസ് കിട്ടുക. അപ്പോൾ ഇപ്പോൾ ഇതിന് അക്രോസ് കറണ്ട് ഇല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് 0. അപ്പോൾ ഇവിടെ 0 എങ്കിൽ ഇവിടെയും 0. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് 0 ആയിപ്പോകും. അപ്പോൾ നമുക്കത് പറ്റില്ല. അപ്പോൾ എന്തായിരുന്നു ഇത് വരാൻ കാരണം? എന്താണ്? നമ്മൾ VZ-ന് അക്രോസ് ഡയോഡിന് അക്രോസ് വന്ന വോൾട്ടേജ് ലെസ് ദാൻ VZ ആയിരുന്നു. ഇനി വോൾട്ടേജ് VZ-ന് ഈക്വലായി എന്ന് വിചാരിക്കുക. VZ-ന് ഈക്വലായി, അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് അപ്പിയർ ചെയ്യും. എത്ര തന്നെയാണ്? VZ അല്ലേ. ഇനി VZ-നേക്കാളും കൂടിയ ഒരു വോൾട്ടേജ് വന്നാലും ഇവിടെ എത്ര തന്നെ നിൽക്കും? VZ തന്നെ നിൽക്കും അല്ലേ. വോൾട്ടേജ് പിന്നെ കൂടിക്കഴിഞ്ഞാലും VZ തന്നെ, കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. അപ്പോൾ അത് ഓർക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് വോൾട്ടേജ് അക്രോസ് സെനർ ഡയോഡ് ഈസ് നോട്ട് ബിലോ VZ, വോൾട്ടേജ് അക്രോസ് RL വിൽ ബി VZ. അപ്പോൾ വോൾട്ടേജ് സെനർ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VZ-നേക്കാളും മുകളിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് കിട്ടുന്ന ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയായിരിക്കും? VZ ആയിരിക്കും. ഇനി സാധാരണ ഒരു വോൾട്ടേജ്, ഒരു സർക്യൂട്ടിലുള്ള വോൾട്ടേജ് രണ്ട് കാരണങ്ങൾ കൊണ്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, വോൾട്ടേജ് അക്രോസ് ലോഡ് മേ ചേഞ്ച് രണ്ട് കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് വേരിയേഷൻ ഇൻ ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യാം. അല്ലെങ്കിൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ ലോഡ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്താലും എന്താണ്? വോൾട്ടേജ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലേ. അതായത് നമ്മൾ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് വേരി ചെയ്തു, എന്ത് സംഭവിക്കും? ഇങ്ങോട്ടുള്ള കറണ്ട് വേരി അല്ലേ. അതായത് ഞാനിപ്പോൾ VI ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ ടോട്ടൽ കറണ്ട് സർക്യൂട്ടിൽ കൂടേണ്ട, ഇൻപുട്ട് വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ ഇൻപുട്ട് കറണ്ട് കൂടണം അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ ഇൻപുട്ട് കറണ്ട് കൂടണം. ഇൻപുട്ട് കറണ്ട് എന്ന് വെച്ചാൽ I ആണെന്ന് വിചാരിച്ചു. ഈ I എന്ന് പറയുന്നത് സെനർ ഡയോഡിലുള്ള കറണ്ട് പ്ലസ് ലോഡ് കറണ്ടാണ് അല്ലേ. I is equal to IZ പ്ലസ് IL. ഇനി നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതിന് അക്രോസ് എന്ത് നിൽക്കണം? VZ തന്നെ നിൽക്കണം. RL-ന് അക്രോസ് VZ തന്നെ കിട്ടണം അല്ലേ. അപ്പോൾ RL-ന് അക്രോസ് ഉള്ള കറണ്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? വോൾട്ടേജ് ബൈ കറണ്ടിനെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ IL ഈക്വൽ ടു VZ ബൈ RL. കാരണം നമ്മൾ പറഞ്ഞു RL-ന് അക്രോസ് ഉള്ള വോൾട്ടേജ്, ഇപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ VZ തന്നെ കിട്ടണം. അപ്പോൾ VZ ബൈ RL എന്നൊരു കറണ്ട്. അപ്പോൾ VZ ഫിക്സഡ് ആണ്, RL-ഉം ഫിക്സ്ഡ് ആണ്. സോ IL മസ്റ്റ് ബി ഫിക്സഡ് അല്ലേ. IL മാറാൻ പാടില്ല. ഓക്കെ, IL-ന് വ്യത്യാസം വരരുത്, ചേഞ്ച് ചെയ്യരുത്. പക്ഷേ നമ്മുടെ ഇൻപുട്ട് മാറി അല്ലേ, ഇൻപുട്ട് വോൾട്ടേജ് മാറി. അപ്പോൾ എന്ത് സംഭവിക്കണം? ടോട്ടൽ കറണ്ട് മസ്റ്റ് ഇൻക്രീസ്. ഇൻപുട്ട് കൂടി, അതുകൊണ്ട് ടോട്ടൽ കറണ്ട് കൂടണം. പക്ഷേ IL ഫിക്സ്ഡ് ആയിരിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കാം? ഈ വരുന്ന ഇൻക്രീസ് ഇവിടെ പ്രതിഫലിക്കണം, IZ-ൽ പ്രതിഫലിക്കണം. അതായത് IZ ഇൻക്രീസ് ചെയ്യണം. ഇനി IZ ഇൻക്രീസ് ചെയ്താൽ ഡയോഡിന് അക്രോസ് ഉള്ള കറണ്ടിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? നമുക്കറിയാം, കറണ്ട് ഇൻക്രീസ് ചെയ്താലും വോൾട്ടേജിന് വ്യത്യാസമൊന്നും വരില്ല. അത് സെനർ ഡയോഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ, യുണീക്ക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ കറണ്ട് IZ കൂടിയെന്നും പറഞ്ഞിട്ട് VZ-ന് ഒരു വ്യത്യാസവും വരുന്നില്ല. അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര തന്നെയാണ്? VZ തന്നെയാണ്. അപ്പോൾ പ്രശ്നമില്ല. ഇനി ഇതിന് അക്രോസ് ഉള്ള ലോഡ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തു, RL ഇൻക്രീസ് ചെയ്തു. അപ്പോഴും വോൾട്ടേജ് റെഗുലേഷൻ ഉണ്ടെങ്കിൽ
ആർ എല്ലിന് അക്രോസ് എന്ത് തന്നെ നിൽക്കണം? വി സെഡ് തന്നെ നിൽക്കണം അല്ലേ? അതായത് കറണ്ട് ഐ ആർ എന്ന് പറയുന്നത് ഐ ആർ അല്ലല്ലോ, ഐ എൽ. ഐ എൽ എന്ന് പറയുന്നത് എങ്ങനെ നിൽക്കണം? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. വോൾട്ടേജ് വി സെഡ് തന്നെ ആയിരിക്കണം ഫോർ വോൾട്ടേജ് റെഗുലേഷൻ. വോൾട്ടേജ് റെഗുലേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് വി സെഡ് തന്നെ ആയിരിക്കണം അല്ലേ? ആ വി സെഡ് ബൈ ആർ എൽ എന്ന് നിൽക്കണം. ഇനി നമുക്ക് നോക്കാം, കറണ്ടിന് വല്ല വ്യത്യാസം വരുമോ? ടോട്ടൽ കറണ്ടിന് ഒരു വ്യത്യാസവും ഇല്ല. ടോട്ടൽ കറണ്ട് ഫിക്സഡ് ആണ്. ഐ ഇസ് ഈക്വൽ ടു ഐ എൽ, ലോഡ് കറണ്ട് പ്ലസ് സെനർ ഡയോഡിലൂടെയുള്ള കറണ്ട്. ഓക്കെ, ദിസ് ഈസ് ലോഡ് കറണ്ട്, ദിസ് ഈസ് കറണ്ട് ത്രൂ സെനർ ഡയോഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലോഡ് റെസിസ്റ്റൻസ് കൂടി. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ലോഡ് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ നോക്കാം. ഐ എൽ ഇസ് ഈക്വൽ ടു വി സെഡ് ഫിക്സ്ഡ് ബൈ ആർ എൽ. അപ്പോൾ ആർ എൽ കൂടിയെന്ന് വെച്ചാൽ ഐ സെഡ് മസ്റ്റ് ഡിക്രീസ്. അപ്പോൾ ഇത് കുറയണം. പക്ഷെ ശ്രദ്ധിക്കുക, നമ്മുടെ ഇൻപുട്ട് കറണ്ടിന് വ്യത്യാസമൊന്നും വരില്ല. കാരണം ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ ഫിക്സഡ് ആക്കി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇൻപുട്ട് വോൾട്ടേജ് ഫിക്സ്ഡ്, റെസിസ്റ്റൻസ് മാത്രമാണ് മാറ്റിയത്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഫിക്സഡ് ആയതുകൊണ്ട് കറണ്ടിന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സാധാരണ ഒരു റെസിസ്റ്റൻസ് വേരി ചെയ്താൽ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ചേഞ്ച് വരും. ഇവിടെ അങ്ങനെയല്ല. സെനർ ഡയോഡ് ഇരിക്കുന്ന സർക്യൂട്ട് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് പോലെയാണ്. അതായത് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് സർക്യൂട്ട് നോക്കിയാൽ ക്ലിയർ ആവും. ഈ ആറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇവിടെ വി ഐ, ഇവിടെയുള്ള വോൾട്ടേജ് വി സെഡ് ആണ് അല്ലേ? അപ്പോൾ എപ്പോഴും ആറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ആറിന് അക്രോസ് ഉള്ള കറണ്ട് എന്ന് പറയുന്നത് വി ഐ മൈനസ് വി സെഡ് ബൈ ആർ ആണ്. അതാണ് എന്ത്? ടോട്ടൽ കറണ്ടായിട്ട് വരുന്നത്. ഓക്കെ, ടോട്ടൽ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി സെഡ് ബൈ ആർ എൽ. ഇതിൻ്റെ ഡിഫറൻസ് വോൾട്ടേജ് ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ആർ എൽ അല്ല, ആർ. അപ്പോൾ ആ കറണ്ടിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ടോട്ടൽ കറണ്ടിന്. കാരണം വി ഐ ഫിക്സഡ് ആണ്, വി സെഡ് ഫിക്സഡ് ആണ്, ആർ ഫിക്സ്ഡ് ആണ്. സോ ടോട്ടൽ കറണ്ടിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യണം? ഐ എൽ കുറയണം അല്ലേ? കാരണം ആർ എൽ കൂടി, അതുകൊണ്ട് ഐ എൽ മസ്റ്റ് ഡിക്രീസ്. അതായത് ഐ ഫിക്സഡ് ആണ്, പക്ഷേ ഐ എൽ മസ്റ്റ് ഡിക്രീസ്. അപ്പോൾ എന്ത് ചെയ്യും? ഐ എൽ, അപ്പോൾ ടോട്ടൽ കറണ്ട് ഫിക്സായി, ഐ എൽ കുറയണം. അപ്പോൾ എന്ത് സംഭവിക്കണം? ഐ സെഡ് കൂടണം അല്ലേ? ഒരു സമ്മ് ഫിക്സഡ് ആയിട്ട് നിൽക്കണം, അതിലൊന്ന് കുറഞ്ഞാൽ മറ്റേത് കൂടണ്ടേ? അപ്പോൾ ഇതെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലോഡ് റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഉള്ള എഫക്റ്റാണ്. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് കൂടുമ്പം ലോഡ് കറണ്ട് കുറയണം, എന്നാലേ വി സെഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ലോഡ് കറണ്ട് കുറയണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ വന്ന കറണ്ട് മൊത്തം അത്രയും തന്നെയാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യണത് കുറയണമെങ്കിൽ ഇങ്ങോട്ട് കൂടുതൽ ഫ്ലോ ചെയ്യണം അല്ലേ? ഐ സെഡ് മസ്റ്റ് ഇൻക്രീസ്. അപ്പോൾ അങ്ങനെ ഈ കറണ്ട് കൂടുമ്പോഴും, അതാണ് നമ്മുടെ ഗ്രാഫിൽ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചത്, ഡയോഡിന് അക്രോസുള്ള അല്ലെങ്കിൽ സെനർ ഡയോഡിന് അക്രോസുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്താൽ വോൾട്ടേജിന് വ്യത്യാസം വരുന്നില്ല. സോ അപ്പോഴും ഐ സെഡ്, ഇവൻ ദോ ഐ സെഡ് ഇൻക്രീസസ്, വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് റിമൈൻസ് ഫിക്സഡ് അറ്റ് വി സെഡ്. വി സെഡ് തന്നെയായിരിക്കും നിൽക്കുക. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് ചെയ്യും? ടോട്ടൽ കറണ്ട് കൂടും അല്ലേ? അപ്പോൾ ആ കൂടിയ കറണ്ട് ആർ എൽ വഴി പാസ് ചെയ്യുകയാണെങ്കിൽ ആർ എല്ലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മാറിപ്പോവും. അപ്പോൾ അവിടുത്തെ കറണ്ട്, ആർ എല്ലിലൂടെയുള്ള കറണ്ട് ഫിക്സഡ് ആക്കി നിർത്തണം. അതിന് വേണ്ടിയിട്ട് ഈ അഡീഷണൽ വരുന്ന കറണ്ട് എന്തായി പോകും? സെനർ ഡയോഡ് വഴി ഫ്ലോ ചെയ്തു പോകും. സെനർ ഡയോഡിലൂടെയുള്ള കറണ്ട് ഫ്ലോ മാറിക്കഴിഞ്ഞാലും അതിന് അക്രോസ് ഉള്ള വോൾട്ടേജിന് ഒരു വ്യത്യാസവും വരില്ല. അതുകൊണ്ടാണ് എന്ത് നിൽക്കുന്നത്? വി സെഡ് ആയിട്ട് തന്നെ വോൾട്ടേജ് നിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞ എന്താണ്? റെസിസ്റ്റൻസിൻ്റെ കേസാണ്. ലോഡ് റെസിസ്റ്റൻസ് മാറി, ഇൻപുട്ട് ഫിക്സഡ് ആണ്. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് മാറിക്കഴിയുമ്പം എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി അതിലൂടെയുള്ള
വോൾട്ടേജ് ഫിക്സ് ആക്കണമെങ്കിൽ കറണ്ട് കൂടണം, റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കുറയണം അല്ലേ. I/R ആണ് വോൾട്ടേജ് ഫിക്സഡ് ആക്കി നിർത്തണം. ഔട്ട്പുട്ട് വോൾട്ടേജ് VZ ആണ്. അത് ഫിക്സഡ് ആക്കി നിർത്തണമെങ്കിൽ IL × RL, RL കൂടി IL കുറയ്ക്കണം. ഇൻപുട്ട് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്, ഇൻപുട്ടിന് വ്യത്യാസമില്ല. അപ്പോൾ IL കുറയണമെങ്കിൽ ഈ വരുന്ന ഇൻപുട്ടിൻ്റെ നല്ലൊരു ഭാഗം എവിടെ വഴി പാസ് ചെയ്യണം, ഈ അഡീഷണൽ ഈ കുറയ്ക്കേണ്ട അത്രയും സാധനം IL-ലൂടെ പോകുന്ന കറണ്ടിൽ എത്ര കുറയ്ക്കണമോ അത്രയും ഏത് വഴി ഫ്ലോ ചെയ്ത് പോകണം, സെനർ ഡയോഡ് വഴി ഫ്ലോ ചെയ്ത് പോകണം. അപ്പോൾ സെനർ ഡയോഡ് വഴിയുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്യും. പക്ഷെ അതുവഴിയുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്താലും വോൾട്ടേജിന് വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം നമ്മൾ സെനർ ഡയോഡിൻ്റെ പ്രോപ്പർട്ടിയാണത്, നമ്മളത് കണ്ട കാര്യമാണ്. അപ്പം വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു സെനർ ഡയോഡിന് അക്രോസ് കറണ്ട് വേരി ചെയ്താലും. അപ്പോൾ ഇതാണ് നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻ്റെ എക്സ്പ്ലനേഷൻ. ഹൗ ദ സെനർ ഡയോഡ് പ്രൊവൈഡ് വോൾട്ടേജ് റെഗുലേഷൻ എന്നുള്ളതാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ ഷെയർ ചെയ്തേക്കാം, ജസ്റ്റ് അതൊന്ന് നോക്കുക.